നമസ്കാരം. ഇന്നത്തെ ഈ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ കൈവശമുള്ള ഈ അക്കൗണ്ടിംഗ് മെറ്റീരിയലിൽ നിന്ന് ഒരു പ്രധാന ആശയം നമ്മൾ ഇന്ന് വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ആസ്തികളുടെ മൂല്യത്തകർച്ച അഥവാ ഇംപയർമെന്റ് ഓഫ് അസറ്റ്സ്. ഒറ്റനോട്ടത്തിൽ ഒരുപക്ഷെ കുറച്ച് വരണ്ട വിഷയമായി തോന്നാം. എന്നാലും ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും. നമ്മൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, അതായത് IAS 36നെ കുറിച്ചാണ്. ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി അതിന്റെ ആസ്തികളെ കണക്കുപുസ്തകത്തിൽ അതിന്റെ യഥാർത്ഥ മൂല്യത്തേക്കാൾ കൂടുതൽ വിലമതിക്കുന്നതായി കാണിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ, ആസ്തികൾക്ക് അമിത വില കാണിക്കരുത്, അത്രയുള്ളൂ. ശരി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഈ IAS 36ന്റെ കാതലായ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എപ്പോഴാണ് ഒരു ആസ്തിയുടെ മൂല്യം കുറയ്ക്കേണ്ടി വരുന്നത്, അതായത് ഇമ്പയർ ചെയ്യേണ്ടി വരുന്നത്, അതെങ്ങനെ കണക്കാക്കും, എങ്ങനെ രേഖപ്പെടുത്തും എന്നൊക്കെ നോക്കുക എന്നതാണ്. കൂടെ ഈ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് CGU എന്നൊരു ആശയവും വരുന്നുണ്ട്. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? തീർച്ചയായും. IAS 36ന്റെ കാതൽ ഇതാണ്. ഒരു ആസ്തിയുടെ കണക്കുപുസ്തകത്തിലെ വില, അതായത് ക്യാരിയിങ് എമൗണ്ട്, നമ്മൾ CA എന്ന് പറയും. ആ ആസ്തിയിൽ നിന്ന് ഭാവിയിൽ തിരിച്ചുപിടിക്കാൻ കഴിയുന്ന തുക, അതായത് റിക്കവറബിൾ എമൗണ്ട് അല്ലെങ്കിൽ RA, അതിനേക്കാൾ കൂടാൻ പാടില്ല. അതായത് ബുക്കിൽ കാണിച്ചിരിക്കുന്ന വിലയേക്കാൾ കുറവാണ് ആ ആസ്തിയിൽ നിന്ന് ഭാവിയിൽ നേടാൻ സാധ്യതയുള്ളൂ എങ്കിൽ, അപ്പോൾ ആ ബുക്കിലെ വില കുറയ്ക്കണം. അതാണോ? കൃത്യമായി. എപ്പോഴാണോ ഈ ക്യാരിയിങ് എമൗണ്ട് റിക്കവറബിൾ എമൗണ്ടിനേക്കാൾ കൂടുതലാകുന്നത്, ആ വ്യത്യാസത്തെയാണ് നമ്മൾ ഇംപയർമെന്റ് ലോസ് അഥവാ മൂല്യത്തകർച്ചാ നഷ്ടം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആസ്തിയുടെ വില ബുക്കിൽ കുറച്ച് ഈ റിക്കവറബിൾ എമൗണ്ടിലേക്ക് എത്തിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത് എല്ലാത്തരം ആസ്തികൾക്കും ബാധകമാണോ? നിങ്ങളുടെ മെറ്റീരിയലിലെ കുറെ ഒഴിവാക്കലുകൾ പറയുന്നുണ്ടല്ലോ. അതെ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. IAS 36 എല്ലാ ആസ്തികൾക്കും ബാധകമല്ല. നിങ്ങളുടെ മെറ്റീരിയലിൽ പറയുന്ന പോലെ സ്റ്റോക്ക്, അതായത് ഇൻവെന്ററികൾ, അതിന് IAS 2 എന്ന വേറെ സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ നിർമ്മാണ കരാറുകളുമായി ബന്ധപ്പെട്ട ആസ്തികൾ, അതിന് IFRS 15 ആണ്. ഡിഫേർഡ് ടാക്സ് ആസ്തികൾ IAS 12. പിന്നെ എംപ്ലോയി ബെനിഫിറ്റ് ആസ്തികൾ IAS 19. ചില ഫിനാൻഷ്യൽ ആസ്തികൾ IFRS 9ൽ വരും. ഫെയർ വാല്യൂവിൽ കാണിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി IAS 40, വിൽക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ആസ്തികൾ IFRS 5. ഇവയൊക്കെ IAS 36ന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അവയ്ക്ക് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ശരി. അപ്പോൾ ഈ നിയമം ബാധകമായ ആസ്തികളുടെ കാര്യത്തിൽ നമ്മൾ ഈ റിക്കവറബിൾ എമൗണ്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതാണല്ലോ ഇവിടെ പ്രധാനം. റിക്കവറബിൾ എമൗണ്ട്, അത് രണ്ടിലേതാണോ കൂടുതൽ, ആ തുകയാണ്. ആ രണ്ട് കാര്യങ്ങളിവയാണ്. ഒന്ന്, ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ, FVLCTS എന്ന് ചുരുക്കി പറയാം. FVLCTS. ഇതിനെ ലളിതമായി, ആ ആസ്തി ഇന്ന് മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ കിട്ടുന്ന ന്യായവില, അതിൽ നിന്ന് അത് വിൽക്കാൻ വരുന്ന ചിലവുകൾ, കമ്മീഷൻ പോലെ, അത് കുറച്ചുള്ള തുക. ഓക്കെ. വിൽക്കാനൊരു കരാറുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് മാർക്കറ്റ് ഉണ്ടെങ്കിലോ ഇത് എളുപ്പമായിരിക്കും അല്ലേ? അതെ, താരതമ്യേന എളുപ്പമാണ്. ഇനി രണ്ടാമത്തേത് വാല്യൂ ഇൻ യൂസ് അഥവാ VIU. വാല്യൂ ഇൻ യൂസ്, VIU. ഇതാണ് പലപ്പോഴും കുറച്ചുകൂടി കണക്കുകൂട്ടൽ ആവശ്യമുള്ള ഭാഗം. ആ ആസ്തി നമ്മൾ വിൽക്കുന്നില്ല, പകരം തുടർന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ലൈഫില് അതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ക്യാഷ് ഫ്ലോസ്, പിന്നെ അവസാനം അത് ഉപയോഗം കഴിഞ്ഞ് വിൽക്കുമോ കിട്ടുന്ന തുകയും, ഇതെല്ലാം കൂട്ടി അതിന്റെ എല്ലാം ഇന്നത്തെ മൂല്യം, പ്രസന്റ് വാല്യൂ. പ്രസന്റ് വാല്യൂ, ഭാവിയിലെ കാശിന് ഇന്നത്തെ അത്ര മൂല്യമല്ലല്ലോ. അപ്പോൾ ഒരു ഡിസ്കൗണ്ട് റേറ്റ് വെച്ച്. അതെ, ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ച് അതിനെ ഇന്നത്തെ മൂല്യത്തിലേക്ക് മാറ്റണം. അതാണ് VIU. ഓക്കെ. അപ്പോൾ FVLCTSഉം VIയും നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ ഏതാണോ വലുത് അതാണ് നമ്മുടെ റിക്കവറബിൾ എമൗണ്ട്. ഇതിലൊരു പ്രധാന വെല്ലുവിളി ഈ VIU കണക്കാക്കുന്നതല്ലേ. ഭാവിയിലെ വരുമാനം പ്രവചിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ലല്ലോ. അതെ, ഇവിടെയാണ് പലപ്പോഴും കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ ജഡ്ജ്മെന്റ് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഭാവിയിലെ കാശുവരവ്, അതിനുപയോഗിക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ്,
ഇതൊക്കെ കണക്കാക്കുന്നത് അത്ര എളുപ്പമല്ല. ചെറിയ അനുമാനങ്ങളിലെ വ്യത്യാസങ്ങൾ പോലും ഈ RAയിൽ വലിയ മാറ്റങ്ങൾ വരുത്താം. ശരിയാണ്. അതുവഴി ഇമ്പയർമെന്റ് ലോസിന്റെ കണക്കിലും മാറ്റം വരും. പിന്നെ VAU കണക്കാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഫിനാൻസിംഗുമായി ബന്ധപ്പെട്ട കാശുവരവോ പോക്കോ, ഉദാഹരണത്തിന് ലോൺ തിരിച്ചടവ്, അതൊന്നും എടുക്കില്ല. ഓക്കേ. അതുപോലെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും VAUയിൽ ഉൾപ്പെടുത്തില്ല. ശരി. അപ്പോൾ RA കിട്ടിക്കഴിഞ്ഞാൽ CAയുമായി താരതമ്യം ചെയ്യുക. ഇമ്പയർമെന്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്ര എന്ന് കണ്ടെത്താം. നിങ്ങളുടെ മെറ്റീരിയലിലെ ഇല്ലസ്ട്രേഷൻ 1 ഇത് ലളിതമായി കാണിക്കുന്നുണ്ട്. 3 ആസ്തികൾ A, B, C. ആ ഉദാഹരണം നോക്കാം. അവിടെ ഓരോ ആസ്തിയുടെയും CA, FVLCTS, VIU എന്നിവ തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് FVLCTSഉം VIUവും നോക്കുക. അതിലേതാണ് വലുത് എന്ന് നോക്കുക. അതാണ് RA. ആദ്യത്തെ ആസ്തി A. അതിന്റെ CA 1,00,000 രൂപ. FVLCTS 1,10,000 രൂപ. VIU 1,20,000 രൂപ. ഇവിടെ വലുത് VIU ആണ്, 1,20,000 രൂപ. അപ്പോൾ RA 1,20,000. CA 1,00,000 എന്നത് RA 1,20,000-നേക്കാൾ കുറവാണ്. അപ്പോൾ പ്രശ്നമില്ല, ഇമ്പയർമെന്റ് ഇല്ല. രണ്ടാമത്തെ ആസ്തി B. CA = 1,50,000. FVLCTS = 1,10,000. VIU = 1,30,000. ഇവിടെയും വലുത് VIU ആണ്, 1,30,000. അപ്പോൾ RA 1,30,000. പക്ഷെ ഇവിടെ CA 1,50,000, RA 1,30,000. അപ്പോൾ വ്യത്യാസമുണ്ട്. അതെ, വ്യത്യാസം 1,50,000 മൈനസ് 1,30,000 = 20,000. ഇതാണ് ഇമ്പയർമെന്റ് ലോസ്. ശരി. മൂന്നാമത്തെ ആസ്തി C. CA = 1,20,000. FVLCTS = 1,00,000 എന്നും VIU = 90,000 എന്നും. ഇവിടെ വലുത് FVLCTS ആണ്, 1,00,000 എന്ന്. അപ്പോൾ RA 1,00,000 എന്ന്. ഇവിടെയും CA 1,20,000, RA 1,00,000. വ്യത്യാസം 1,20,000 മൈനസ് 1,00,000 = 20,000. ഇതും ഇമ്പയർമെന്റ് ലോസ് ആണ്. വളരെ വ്യക്തമായി. ആ ഉദാഹരണം ആ അടിസ്ഥാന കണക്കുകൂട്ടൽ നന്നായി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പയർമെന്റ് എന്താണെന്നും അതെങ്ങനെ അടിസ്ഥാനപരമായി കണക്കാക്കാമെന്നും മനസ്സിലായി. പക്ഷെ ഒരു ചോദ്യം, എപ്പോഴാണൊരു കമ്പനി പണിക്കൊക്കെ പോകേണ്ടത്? എല്ലാ ആസ്തികളും എല്ലാ വർഷവും ഇങ്ങനെ വിശദമായി പരിശോധിക്കണോ? അതോ എന്തെങ്കിലും കാരണമുണ്ടാവുമ്പോഴാണോ? നല്ല ചോദ്യമാണ്. സാധാരണഗതിയിൽ എല്ലാ റിപ്പോർട്ടിംഗ് തീയതിയിലും, അതായത് സാമ്പത്തിക വർഷാവസാനം കണക്കുകൾ എടുക്കുമ്പോൾ കമ്പനി ഒരു വിലയിരുത്തൽ നടത്തണം. എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ആസ്തിക്ക് മൂല്യതകർച്ച സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇമ്പയർമെന്റ് എന്ന് പറയും, അതുണ്ടോ എന്ന് നോക്കണം. സൂചനകൾ. അതെ, അങ്ങനെയുള്ള സൂചനകൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണയായി വിശദമായ ഒരു ഇമ്പയർമെന്റ് ടെസ്റ്റിലേക്ക് പോകേണ്ടതുള്ളൂ. അതായത് റിക്കവറബിൾ എമൗണ്ട് ഒക്കെ കൃത്യമായി കണക്കാക്കുന്ന ആ പ്രോസസ്സ്. എന്തൊക്കെയാണ് ഈ സൂചനകൾ? എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയാമോ? പറയാം. IAS 36 ഈ സൂചനകളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ബാഹ്യമായവ എക്സ്റ്റേണൽ, പിന്നെ ആന്തരികമായവ ഇന്റേണൽ. ബാഹ്യ സൂചനകൾ എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ആസ്തിയുടെ മാർക്കറ്റ് വില നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതൽ ഇടിഞ്ഞുപോയി, അതൊരു സൂചനയാണ്. ശരി. അല്ലെങ്കിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. അത് ടെക്നോളജിയിലാകാം, മാർക്കറ്റിലാകാം, സാമ്പത്തിക സാഹചര്യങ്ങളിലാകാം, അല്ലെങ്കിൽ നിയമപരമായ മാറ്റങ്ങളാകാം. പലിശ നിരക്കുകൾ കൂടുന്നത് അതും ഒരു ബാഹ്യ സൂചനയാണ്. കാരണം അത് VU കണക്കാക്കുന്ന ഡിസ്കൗണ്ട് റേറ്റിനെ ബാധിക്കും. അപ്പോൾ NVU കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ആന്തരികമായവയോ? ആന്തരിക സൂചനകൾ അത് കമ്പനിക്കുള്ളിൽ നിന്നുള്ളതാണ്. ആസ്തിക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു, അല്ലെങ്കിൽ അത് കാലഹരണപ്പെട്ടു, ഒബ്സലീറ്റായി, അല്ലെങ്കിൽ കമ്പനി ആ ആസ്തി ഉപയോഗിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ഫാക്ടറി യൂണിറ്റ് നിർത്തലാക്കാൻ പോകുന്നു. അതുമല്ലെങ്കിൽ ആ ആസ്തിയിൽ നിന്നുള്ള സാമ്പത്തിക പ്രകടനം, ലാഭം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനേക്കാളോ കഴിഞ്ഞ വർഷത്തേക്കാളോ വളരെ മോശമാണെന്ന് കമ്പനിയുടെ ഉള്ളിലെ റിപ്പോർട്ടുകൾ കാണിക്കുന്നു. അതും ഒരു സൂചനയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ചുവന്ന കൊടി കണ്ടാൽ കമ്പനി ഉണർന്ന് പ്രവർത്തിക്കണം,
വെറുതെ ഇരിക്കാൻ പറ്റില്ല. റിക്കവറബിൾ എമൗണ്ട് കണ്ടുപിടിച്ച് ഒരു ഇമ്പയർമെന്റ് ടെസ്റ്റ് നടത്തണം. അതെ, എന്നാൽ ഇതിനൊരു അപവാദമുണ്ട്. ആ ചില പ്രത്യേക ആസ്തികൾക്ക് ഈ പറഞ്ഞ സൂചനകൾ ഒന്നും ഇല്ലെങ്കിൽ പോലും വർഷാവർഷം നിർബന്ധമായും ഇമ്പയർമെന്റ് ടെസ്റ്റ് നടത്തണം. ആണോ? അത് ഏതൊക്കെ ആസ്തികളാണ്? പ്രധാനമായും 3 എണ്ണമാണ് നിങ്ങളുടെ മെറ്റീരിയൽ എടുത്തു പറയുന്നത്. ഒന്ന്, ഗുഡ്വിൽ. ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ അധികമായി കൊടുക്കുന്ന വിലയാണല്ലോ ഗുഡ്വിൽ. അതിന് എല്ലാ വർഷവും നിർബന്ധമായും ടെസ്റ്റ് ചെയ്യണം. സൂചനയുണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ട. ശരി, ഗുഡ്വിൽ. 2, കൃത്യമായ ഉപയോഗകാലാവധിയില്ലാത്ത ഇൻടാഞ്ചിബിൾ ആസറ്റുകൾ, ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ് ഉള്ളവ. ഉദാഹരണത്തിന് ചില ബ്രാൻഡ് നാമങ്ങൾ. അവയ്ക്കൊരു നിശ്ചിത ആയുസ്സില്ലെങ്കിൽ എല്ലാ വർഷവും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ. 3, ഇതുവരെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ഇൻടാഞ്ചിബിൾ ആസറ്റുകൾ. അതായത് ഇൻടാഞ്ചിബിൾ ആസറ്റ്സ് നോട്ട് യെറ്റ് അവൈലബിൾ ഫോർ യൂസ്. ഉദാഹരണത്തിന് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. അതും എല്ലാ വർഷവും ടെസ്റ്റ് ചെയ്യണം. ഈ 3നും സൂചനകൾ നോക്കിയിരിക്കണം. വർഷാവസാനം നിർബന്ധമായും ടെസ്റ്റ് ചെയ്യുക. മനസ്സിലായി. ഇനി ഇങ്ങനെ ടെസ്റ്റ് നടത്തി ഒരു ആസ്തിക്ക് ഇമ്പയർമെന്റ് ലോസ് ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ അടുത്തതെന്താണ്? അതെങ്ങനെയാണ് കമ്പനിയുടെ കണക്കുകളിൽ രേഖപ്പെടുത്തുന്നത്? ഇമ്പയർമെന്റ് ലോസ് ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആസ്തിയുടെ ക്യാരിയിങ് എമൗണ്ടിനെ കുറച്ച് റിക്കവറബിൾ എമൗണ്ടിലേക്ക് എത്തിക്കുക എന്നതാണ്. ഈ കുറയ്ക്കുന്ന തുക, അതാണ് ഇമ്പയർമെന്റ് ലോസ്. ഇത് സാധാരണഗതിയിൽ ഉടൻ തന്നെ കമ്പനിയുടെ ലാഭനഷ്ട കണക്കിൽ, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഒരു ചിലവായിട്ട് എക്സ്പെൻസ് കാണിക്കണം. എപ്പോഴും ഇത് ലാഭനഷ്ട കണക്കിലാണോ പോകുന്നത്? പ്രോഫിറ്റ് ഓർ ലോസിൽ? അതോ വല്ലപ്പോഴും മാറ്റമുണ്ടോ? നിങ്ങളുടെ മെറ്റീരിയലിൽ റീവാലുവേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അവിടെയാണൊരു പ്രധാന വ്യത്യാസം വരുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇമ്പയർമെന്റ് സംഭവിക്കുന്ന ആസ്തി അത് മുൻപെപ്പോഴെങ്കിലും റീവാല്യൂ ചെയ്ത ഒന്നാണെങ്കിൽ. റീവാല്യൂ, അതായത് വില കൂട്ടിക്കാണിച്ചത്. അതെ. IAS 16 PPE അല്ലെങ്കിൽ IAS 38 ഇൻടാഞ്ചിബിൾസ് അനുസരിച്ച് അതിന്റെ വില കൂട്ടി ആ കൂടിയ ലാഭം OCI വഴി ഒരു റീവാലുവേഷൻ സർപ്ലസ് ആയിട്ട് ഇക്വിറ്റിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആസ്തിയാണെങ്കിൽ കാര്യങ്ങൾ മാറും. അതെങ്ങനെ മാറും? അങ്ങനെയുള്ള ഒരു ആസ്തിക്ക് ഇമ്പയർമെന്റ് ലോസ് വരുമ്പോൾ ആ നഷ്ടം മുഴുവനായിട്ടും ലാഭനഷ്ട കണക്കിലേക്ക് പോകില്ല. ആ നഷ്ടം ആദ്യം ഈ നിലവിലുള്ള റീവാലുവേഷൻ സർപ്ലസിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. ഓ, അതായത് നഷ്ടം P&L ചിലവായി കാണിക്കുന്നതിനു പകരം OCIയിൽ ഡെബിറ്റ് ചെയ്ത് ആ പഴയ സർപ്ലസിനെ ഇല്ലാതാക്കും. ഇനി ആ സർപ്ലസ് മുഴുവൻ തീർന്നു എന്നിട്ടും നഷ്ടം ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കി വരുന്ന തുക മാത്രമേ ലാഭനഷ്ട കണക്കിലേക്ക് ചിലവായി രേഖപ്പെടുത്തുകയുള്ളൂ. ഓ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ. അതായത് റീവാല്യൂ ചെയ്ത ആസ്തിയാണെങ്കിൽ പണ്ടൊരു പേപ്പർ ലാഭം OCIയിൽ ഇരിപ്പുണ്ടെങ്കിൽ പുതിയ നഷ്ടം വരുമ്പോൾ ആദ്യം ആ ലാഭം എടുത്ത് ഉപയോഗിക്കണം. നിങ്ങളുടെ ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് 2 ഇതിന്റെ നല്ല ഉദാഹരണമാണെന്ന് തോന്നുന്നു. അതെ അതെ. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് 1 ഒരു സാധാരണ കേസാണ്. ഒരു കാർ അപകടത്തിൽപ്പെട്ടു. അതിന് റീവാലുവേഷൻ സർപ്ലസ് ഒന്നുമില്ല. അവിടെ കണ്ടുപിടിച്ച ഇമ്പയർമെന്റ് ലോസ് 4000. അത് മുഴുവനും ലാഭനഷ്ട കണക്കിൽ പോയി. എന്നാൽ ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് 2ലൊരു പ്രോപ്പർട്ടി, അതിനു മുൻപ് 200,000ന്റെ റീവാലുവേഷൻ സർപ്ലസ് OCI വഴി വന്നിട്ടുണ്ട്. അത് ഇക്വിറ്റിയിൽ ഇരിപ്പുണ്ട്. ഇപ്പോ അതിന് 260,000ന്റെ ഇമ്പയർമെന്റ് ലോസ് ഉണ്ട്. അതെ. ഈ 260,000ത്തിൽ ആദ്യത്തെ 200,000 എവിടെ പോകും? ആ പഴയ സർപ്ലസ് കുറയ്ക്കാൻ ഉപയോഗിക്കും. OCIയിൽ ഡെബിറ്റ് ചെയ്യും. ശരി. അപ്പൊ സർപ്ലസ് 0മായി. അതെ. ബാക്കി എത്രയുണ്ട്? 60,000. 260,000 മൈനസ് 200,000. ആ 60,000 മാത്രമേ ലാഭനഷ്ട കണക്കിൽ ചെലവായി കാണിക്കൂ. വ്യത്യാസം ഇപ്പോൾ വളരെ വ്യക്തമായി. ഇനി വേറൊരു സംശയം. ഒരിക്കൽ ഇങ്ങനെയൊരു ആസ്തിയുടെ മൂല്യം നമ്മൾ കുറച്ചു, ഇമ്പയർമെന്റ് രേഖപ്പെടുത്തി. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് സാഹചര്യങ്ങളൊക്കെ മാറി. ആ ആസ്തിയുടെ വില കൂടിയെന്ന് കരുതുക. റിക്കവറബിൾ എമൗണ്ട് കൂടി. അങ്ങനെയാണെങ്കിൽ മുൻപ് രേഖപ്പെടുത്തിയ ആ നഷ്ടം അത് തിരിച്ചിടാൻ, അതായത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? പറ്റും. IAS 36 അതിനും വ്യവസ്ഥകൾ പറയുന്നുണ്ട്. മുൻപ് നമ്മൾ ഇമ്പയർമെന്റ് കണക്കാക്കാൻ ഉപയോഗിച്ച അനുമാനങ്ങളിൽ കാര്യമായ മാറ്റം വരണം, പോസിറ്റീവായ മാറ്റം. അതിന്റെ ഫലമായി ആസ്തിയുടെ റിക്കവറബിൾ എമൗണ്ട് കൂടുകയും ചെയ്താൽ മുൻപ് രേഖപ്പെടുത്തിയ ഇമ്പയർമെന്റ് ലോസ് ഭാഗികമായോ പൂർണ്ണമായോ തിരിച്ചിടാൻ സാധിക്കും, റിവേഴ്സ് ചെയ്യാം. ഓഹോ, അതിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സൂചനകൾ നോക്കണോ, അതോ എപ്പോ വേണമെങ്കിലും ചെയ്യാമോ? ും
മുൻപ് രേഖപ്പെടുത്തിയ ഇമ്പയർമെന്റ് ലോസ് ഇനി നിലവിലില്ല എന്നതിനോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട് എന്നതിനോ എന്തെങ്കിലും സൂചനയുണ്ടോ എന്ന് കമ്പനി വിലയിരുത്തണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പയർമെന്റിന്റെ സൂചനകളില്ലേ, ആ. അതിന്റെ നേരെ വിപരീതമായ കാര്യങ്ങൾ ഇവിടെ റിവേഴ്സലിനുള്ള സൂചനകളാകും. ഉദാഹരണത്തിന്, മാർക്കറ്റ് വില കൂടുന്നത്, കമ്പനിക്ക് അനുകൂലമായ മാറ്റങ്ങൾ, സാങ്കേതിക, സാമ്പത്തിക, നിയമപരം, പലിശ നിരക്ക് കുറയുന്നത്, ആസ്തിയുടെ പ്രകടനം മെച്ചപ്പെടുന്നത്, ഇതൊക്കെ റിവേഴ്സലിനുള്ള സൂചനകളാകാം. അപ്പോ ഈ റിവേഴ്സൽ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്? അത് ലാഭമായി കാണിക്കുമോ? സാധാരണഗതിയിൽ ഒരു ഇമ്പയർമെന്റ് ലോസിന്റെ റിവേഴ്സൽ അത് ഉടനടി ലാഭനഷ്ട കണക്കിലൊരു വരുമാനമായിട്ട് ഇൻകം രേഖപ്പെടുത്തണം. ഓക്കെ. എന്നാൽ ഇവിടെയും ആ റീവാല്യൂഡ് ആസ്തിയുടെ കേസ് വരുന്നുണ്ട്. വീണ്ടും അത് തന്നെ. അതെ, ആദ്യത്തെ ഇമ്പയർമെന്റ് ലോസ് ഒരു റീവാലുവേഷൻ സർപ്ലസിനെതിരെയാണോ നമ്മൾ ചാർജ് ചെയ്തത്, അതായത് OCIയിൽ ഡെബിറ്റ് ചെയ്തതാണോ? അങ്ങനെയെങ്കിൽ അതിന്റെ റിവേഴ്സൽ വരുമ്പോഴും അത് OCIയിലേക്ക് തന്നെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, റീവാലുവേഷൻ സർപ്ലസ് കൂട്ടുന്നത് പോലെ. ശരി. അതിനു മുകളിൽ റിവേഴ്സൽ ഉണ്ടെങ്കിൽ, അതായത് സർപ്ലസ് റീക്രിയേറ്റ് ചെയ്ത ശേഷവും റിവേഴ്സൽ തുക ബാക്കിയുണ്ടെങ്കിൽ അത് ലാഭനഷ്ട കണക്കിലേക്ക് വരുമാനമായി പോകും. മനസ്സിലായി. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട നിയന്ത്രണം ഉണ്ടല്ലോ അല്ലേ? ഞാൻ മെറ്റീരിയലിൽ കണ്ടു. അതായത് ഇപ്പോൾ റിക്കവറബിൾ എമൗണ്ട് ഒരുപാട് കൂടിയെന്ന് കരുതുക. പണ്ട് ഇമ്പയർമെന്റ് വരുന്നതിന് മുൻപുള്ള ബുക്ക് വാല്യൂവിനേക്കാളും മുകളിൽ പോയി. അപ്പോൾ അത്രയും തുക റിവേഴ്സ് ചെയ്ത് ലാഭം കാണിക്കാൻ പറ്റുമോ? മൂല്യം നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ പുതിയ ക്യാരിങ് എമൗണ്ട് അതെത്ര കൂടാൻ പാടില്ലാന്ന് വെച്ചാൽ, മുൻപ് ഇമ്പയർമെന്റ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ തീയതിയിൽ അതിനെത്ര ക്യാരിങ് എമൗണ്ട് ഉണ്ടാകുമായിരുന്നു? അതായത് സാധാരണ ഡിപ്രീസിയേഴ്സ് ഒക്കെ കുറച്ച് കിട്ടുന്ന വില. അതെ, യഥാർത്ഥ കോസ്റ്റിൽ നിന്ന് അതുവരെയുള്ള സാധാരണ ഡിപ്രീസിയേഷൻ കുറച്ചുള്ള തുക അതിനേക്കാൾ കൂടാൻ ഒരു കാരണവശാലും പാടില്ല ഈ റിവേഴ്സലിന് ശേഷം. ഓക്കെ, ക്ലിയറായി. അതായത് ഇമ്പയർമെന്റ് സംഭവിച്ചതുകൊണ്ട് പിന്നീടൊരു അധിക ലാഭമുണ്ടാക്കാൻ നിയമം സമ്മതിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അതെവിടെ എത്തേണ്ടിയിരുന്നോ അവിടെ വരെ എത്താനേ പറ്റൂ. നിങ്ങളുടെ ഇല്ലുസ്ട്രേഷൻ 2 ബോക്സർ എന്ന കമ്പനിയുടെ ഉദാഹരണം ഇത് കൃത്യമായി കാണിക്കുന്നുണ്ട്. അതെ, ബോക്സറിന്റെ ഉദാഹരണത്തിൽ അവർക്ക് 8,000ന്റെ ഇമ്പയർമെന്റ് ലോസ് ഉണ്ടായിരുന്നു. പിന്നീട് സാഹചര്യം മെച്ചപ്പെട്ടപ്പോൾ 6 കൂടി 40,000 ആയി. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഇമ്പയർമെന്റ് നടന്നില്ലായിരുന്നെങ്കിൽ 2005 അവസാനം അതിന്റെ CA എത്രയാകുമായിരുന്നു എന്നാണ്. അത് കണക്കാക്കുമ്പോൾ 15,000 കിട്ടും. എന്നാൽ ഇമ്പയർമെന്റിന് ശേഷം 2005 അവസാനം അതിന്റെ CA 10,000 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 16,000ൽ നിന്ന് 3 വർഷത്തെ പുതിയ ഡിപ്രിസിയേഷൻ കുറച്ച്. ശരി. അപ്പോൾ റിവേഴ്സ് ചെയ്യാവുന്ന പരമാവധി തുക എത്രയാണ്? ആ സീലിംഗ് ആയ 15,000വും ഇപ്പോഴത്തെ CA ആയ 10,000വും തമ്മിലുള്ള വ്യത്യാസം, അതായത് 5,000 മാത്രം. ഓ, യഥാർത്ഥ നഷ്ടം 8,000 ആയിരുന്നെങ്കിലും ഈ സീലിംഗ് കാരണം 5,000 മാത്രമേ വരുമാനമായി രേഖപ്പെടുത്താൻ പറ്റിയുള്ളൂ. അതെ, ആ 5,000 പിയാനലിൽ ഗെയിനായി കാണിക്കും. ബാക്കി 3,000 തിരിച്ചെടുക്കാൻ പറ്റില്ല. സീലിംഗ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായി. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, ഗുഡ്വില്ലിന്റെ കാര്യത്തിൽ ഒരിക്കൽ ഇമ്പയർമെന്റ് രേഖപ്പെടുത്തിയാൽ അത് പിന്നീട് ഒരു കാരണവശാലും റിവേഴ്സ് ചെയ്യാൻ IAS 36 അനുവദിക്കുന്നില്ല, അല്ലേ? വളരെ ശരിയാണ്. അത് നിർബന്ധമായും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഗുഡ്വിൽ ഇമ്പയർമെന്റ് ഈസ് നെവർ റിവേഴ്സ്ഡ്. ശരി. അപ്പോ വ്യക്തിഗത ആസ്തികളുടെ ഇമ്പയർമെന്റ്, അതിന്റെ റിവേഴ്സലൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഈ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റുകൾ, അതായത് CGUs എന്ന ആശയത്തിലേക്ക് വരാം. എന്താണിത്? എന്തിനാണ് ഇങ്ങനെയൊരു ആശയം? ചില സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക ആസ്തിയുടെ റിക്കവറബിൾ എമൗണ്ട്, പ്രത്യേകിച്ചതിന്റെ വാല്യൂ ഇൻ യൂസ് VIU, തനിച്ച് കണ്ടുപിടിക്കാൻ പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, പല ആസ്തികളും ഒറ്റയ്ക്ക് നിന്ന് കാര്യമായ പണമൊഴുക്ക്, ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാക്കുന്നില്ല. ശരിയാണ്. അവ മറ്റാസ്തികളുമായി ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് വരുമാനമുണ്ടാകുന്നത്, ഒരു ഗ്രൂപ്പായിട്ട്. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ഒരു ഫാക്ടറിയിലെ ഒരു പ്രത്യേക മെഷീൻ എടുക്കുക. ആ മെഷീൻ ഒറ്റയ്ക്കൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അത് ഒരു പ്രൊഡക്ഷൻ ലൈനിന്റെ ഭാഗമാണ്. അപ്പോൾ ആ മെഷീന്റെ മാത്രം VIU എങ്ങനെ കണക്കാക്കും? അതിൽ നിന്ന് എത്ര കാശ് വരുന്നു എന്ന് എങ്ങനെ പറയും? സാധ്യമല്ല. ശരിയാണ്. അതുപോലെ ഒരു റീറ്റെയിൽ സ്റ്റോറിലെ ഷെൽഫുകളും ഫിറ്റിംഗ്സുകളും,
അവ ആ സ്റ്റോറിലെ മറ്റ് ആസ്തികളുമായി ചേർന്നാണ് മൊത്തം കച്ചവടമുണ്ടാക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ CGU ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് എന്ന ആശയം ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ CGUവിന്റെ ഒരു നിർവചനം? IAS 36 പറയുന്നത് മറ്റ് ആസ്തികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആസറ്റ് ഗ്രൂപ്പുകളിൽ നിന്നോ വലിയ തോതിൽ സ്വതന്ത്രമായി ഇൻഡിപെൻഡന്റ്ലി പണമൊഴുക്ക് ഉണ്ടാക്കുന്ന, തിരിച്ചറിയാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ ആസറ്റുകളുടെ കൂട്ടം. The smallest identifiable group of assets that generates cash inflows that are largely independent of the cash inflows from other assets or groups of assets. ഓക്കെ, സ്മോളസ്റ്റ് ഐഡന്റിഫയബിൾ ഗ്രൂപ്പ്. അതെ, ഒരു റെസ്റ്റോറന്റ് ശൃംഖലയിലെ ഓരോ ബ്രാഞ്ചും ഒരു CGU ആകാം. കാരണം ആ ബ്രാഞ്ച് ഏറെക്കുറെ സ്വതന്ത്രമായി കാശുണ്ടാക്കുന്നു. എന്നാൽ ഒരു പൈപ്പ് ലൈൻ ശൃംഖലയുടെ ഒരു ഭാഗം ഒരുപക്ഷെ അതൊരു CGU ആകണമെന്നില്ല. കാരണം അതൊറ്റയ്ക്ക് വരുമാനമുണ്ടാക്കുന്നില്ല, മൊത്തം സിസ്റ്റത്തിന്റെ ഭാഗമാണ്. മനസ്സിലായി. അപ്പോൾ ഒരു CGUവിന്റെ ഇമ്പയർമെന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അതിലെ ഓരോ ആസ്തിക്കും വെവ്വേറെ നോക്കുമോ? ഇല്ല. നമ്മൾ ആ CGUവിനെ മൊത്തത്തിൽ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്, ഇമ്പയർമെന്റ് ടെസ്റ്റിനു വേണ്ടി. ആദ്യം ആ CGUവിൽ ഉൾപ്പെടുന്ന എല്ലാ ആസ്തികളുടെയും ഗുഡ്വിൽ ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടെ ആകെ ക്യാരിയിങ് എമൗണ്ട് CA കണ്ടുപിടിക്കുക. ആകെ CA. പിന്നെ ആ CGU മൊത്തത്തിൽ ഉണ്ടാക്കുന്ന പണമൊഴുക്കിന്റെ അടിസ്ഥാനത്തിൽ CGUവിന്റെ ആകെ റിക്കവറബിൾ എമൗണ്ട് RA കണ്ടുപിടിക്കുക. അതായത് CGUവിന്റെ FVCLTസും VIUവും നോക്കി അതിൽ വലുതെടുക്കുക. അതെ. എന്നിട്ട് ഈ ആകെ CAയെ ആകെ RAയുമായി താരതമ്യം ചെയ്യുക. CGUവിന്റെ മൊത്തം CA CGUവിന്റെ മൊത്തം RA ആണെങ്കിൽ ആ വ്യത്യാസം, അതാണ് ആ CGUവിന്റെ ഇമ്പയർമെന്റ് ലോസ്. ഓക്കെ, അപ്പോ നഷ്ടം മൊത്തത്തിൽ കണ്ടുപിടിച്ചു. ഇനി ഈ നഷ്ടം, ഈ ടോട്ടൽ ലോസ്, അത് CGUവിലെ ഏതൊക്കെ ആസ്തികൾക്കാണ് വീതിച്ചു കൊടുക്കേണ്ടത്? അതിനൊരു ക്രമമുണ്ടോ? അതോ എല്ലാത്തിനും ഒരുപോലെ അങ്ങ് വീതിച്ചാൽ മതിയോ? പോരാ. അവിടെയാണ് IAS 36 കൃത്യമായ ഒരു ക്രമം പറയുന്നത്. ഒരു ഓർഡർ ഓഫ് എലോക്കേഷൻ വെറുതെ വീതിക്കാൻ പറ്റില്ല. ആ ക്രമം ഇങ്ങനെയാണ്. 1. ആദ്യം ആ CGUവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗുഡ്വിൽ ബുക്കിലുണ്ടെങ്കിൽ ഈ കണ്ടുപിടിച്ച ഇമ്പയർമെന്റ് ലോസ് ആദ്യം ഗുഡ്വില്ലിന്റെ വില കുറയ്ക്കാനാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഗുഡ്വിൽ. അതെ, ഗുഡ്വിൽ 0 ഈ നഷ്ടം അതിൽ നിന്നും കുറയ്ക്കാം. 2. ഇനി ഗുഡ്വിൽ 0 എന്നിട്ടും ഇമ്പയർമെന്റ് ലോസ് ബാക്കിയുണ്ടെങ്കിൽ ബാക്കി വരുന്ന നഷ്ടം CGUവിൽ മറ്റു തിരിച്ചറിയാവുന്ന ആസ്തികൾക്ക്, അതായത് ഗുഡ്വിൽ അല്ലാത്ത മറ്റെല്ലാ ആസ്തികൾക്കും, അവയുടെ ഓരോന്നിന്റെയും ക്യാരിയിങ് എമൗണ്ടിന്റെ അനുപാതത്തിൽ പ്രോ റാറ്റ ബേസിൽ വീതിച്ചു നൽകണം. ഓക്കെ, പ്രോ റാറ്റ അലോക്കേഷൻ. പക്ഷേ ഇങ്ങനെ വീതിക്കുമ്പോഴും വല്ല പരിധിയുമുണ്ടോ? ഒരാസ്തിയുടെ വില 0നും താഴെ പോകുമോ? അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ വിലയേക്കാൾ കുറയുമോ? ഇല്ല, അവിടെയും ഒരു സംരക്ഷണമുണ്ട്, ഒരു ഫ്ലോർ ഉണ്ട്. ഒരു ആസ്തിക്ക് ഇങ്ങനെ നഷ്ടം വീതിക്കുമ്പോൾ അതിന്റെ ക്യാരിയിങ് എമൗണ്ട് താഴെ പറയുന്ന 3 കാര്യങ്ങളിൽ ഏറ്റവും ഉയർന്ന തുകയേക്കാൾ താഴെ പോകാൻ പാടില്ല. 1. അതിന്റെ FVLCTS കണക്കാക്കാൻ പറ്റുമെങ്കിൽ. 2. അതിന്റെ VIU കണക്കാക്കാൻ പറ്റുമെങ്കിൽ. 3. 0. അപ്പോൾ ഈ 3-ലേതാണോ ഹയസ്റ്റ്, അതിലും താഴെ ആസ്തിയുടെ വില കുറയ്ക്കാൻ പാടില്ല. ഈ വീതം വെയ്പ്പ് കാരണം ആസ്തിക്ക് അതിൻ്റേതായ ഒരു വിലയുണ്ടെങ്കിൽ ഈ വീതം വെപ്പ് കാരണം അതിലും താഴെ അതിന്റെ വില കുറയ്ക്കാൻ പാടില്ല. ബാക്കി വരുന്ന നഷ്ടം മറ്റ് ആസ്തികളിലേക്ക് വീണ്ടും വീതിക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കാൻ നിങ്ങളുടെ ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് 3 സെപ്കോയുടെ കേസ് നല്ലൊരു ഉദാഹരണമാണെന്ന് തോന്നുന്നു. അതൊന്ന് ചുരുക്കി പറയാമോ? എങ്ങനെയാണ് ആ നഷ്ടം വീതിച്ചതെന്ന്? പറയാം. സെപ്കോയുടെ CGUവിന് മൊത്തം 70 ദശലക്ഷത്തിന്റെ ഇമ്പയർമെന്റ് ലോസ് ഉണ്ടായിരുന്നു. ആ CGUവിൽ ഗുഡ്വിൽ CA20M, പിന്നെ ഉപയോഗശൂന്യമായ ഒരു ടെക്നോളജി CA5M, പിന്നെ ബ്രാൻഡുകൾ, ലാൻഡ്, ബിൽഡിംഗ്സ്, മറ്റ് ആസ്തികളൊക്കെയുണ്ട്. ശരി. അപ്പോ ആദ്യം ആ ഉപയോഗശൂന്യമായ ടെക്നോളജി, അതിനൊരു വിലയുമില്ല എന്ന് ചോദ്യത്തിൽ പറയുന്നു. അപ്പോ ആ 5M നഷ്ടം മുഴുവൻ അതിൽ നിന്ന് തന്നെ കുറച്ചു, അതിനെ 0 ഓക്കെ, അപ്പോൾ ബാക്കി നഷ്ടം 65M. അതെ. ഇനി അടുത്തതായാണ് ഓർഡറിൽ ഗുഡ്വിൽ. അതിന്റെ CA20M ആണ്.
അപ്പോൾ ആ 20M മുഴുവൻ ഗുഡ്വില്ലിൽ നിന്ന് കുറച്ചു. ഗുഡ്വില്ലും 0 റൈറ്റ്. അപ്പോൾ ബാക്കി നഷ്ടം 45 65 -20. അതെ, ഈ 45 മില്യൺ നഷ്ടം ഇനി ബാക്കിയുള്ള ആസ്തികളായ ബ്രാൻഡുകൾ CA 10 മില്യൺ, ലാൻഡ് CA 50 മില്യൺ, ബിൽഡിംഗ്സ് CA 30 മില്യൺ എന്നിവയ്ക്ക് വീതിക്കണം. എങ്ങനെ? അവയുടെ CA അനുപാതത്തിൽ, അതായത് 10, 50, 30 എന്ന അനുപാതത്തിൽ. അവിടെയുള്ള മറ്റു നെറ്റ് അസറ്റുകൾ, ഇൻവെന്ററി പോലെയുള്ളവ, അവയ്ക്ക് നഷ്ടം വിധിക്കുന്നില്ല. കാരണം അവയ്ക്ക് വില കിട്ടുമെന്നാണ് അനുമാനം. അപ്പോൾ 45 മില്യനെ 10, 50, 30 അനുപാതത്തിൽ വീതിച്ച് ഓരോമിന്റെയും CA ആനുപാതികമായി കുറച്ചു. അപ്പോൾ ആ ക്രമം ആദ്യം ഏതെങ്കിലും സ്പെസിഫിക് ആസ്തിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത്, പിന്നെ ഗുഡ്വിൽ, പിന്നെ ബാക്കിയുള്ളവയ്ക്ക് ആനുപാതികമായി. അത് പ്രധാനമാണ്. CGUവിന്റെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കണം. അതെ, ആ അലോക്കേഷൻ ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. തെറ്റിക്കാൻ പാടില്ല. നന്നായി. അപ്പോൾ ആസ്തികളുടെ മൂല്യത്തകർച്ച അഥവാ ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ് എന്ന ഈ വിഷയത്തിലെ പ്രധാന ആശയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി എന്ന് തോന്നുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്യാരിയിങ് എമൗണ്ടും റിക്കവറബിൾ എമൗണ്ടും തമ്മിലുള്ള ഒരു താരതമ്യമാണിത്. CA 6 ആയാൽ ഇമ്പയർമെന്റ്, റിക്കവറബിൾ എമൗണ്ട് എന്നത് FELE, CTFSഉം VIUവും നോക്കി അതിൽ ഉയർന്ന തുകയാണ്. എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നതിന് സൂചനകൾ നോക്കണം. പക്ഷെ ഗുഡ്വിൽ പോലെയുള്ള ചിലതിന് വർഷാവർഷം നിർബന്ധമായും ടെസ്റ്റ് ചെയ്യണം. നഷ്ടം വന്നാൽ സാധാരണയായി ലാഭനഷ്ട കണക്കിൽ പോകും. പക്ഷെ റീവാല്യൂ ചെയ്ത ആസ്തിയാണെങ്കിൽ OCIയിലെ സർപ്ലസ് ആദ്യം തീർക്കണം. പിന്നെ ഗുഡ്വിൽ ഒഴികെ നഷ്ടം പിന്നീട് സാഹചര്യങ്ങൾ മാറിയാൽ തിരിച്ചിടാം, റിവേഴ്സ് ചെയ്യാം. പക്ഷെ അതിന് ഒരു സീലിംഗ് ഉണ്ട്. പഴയ നിലയിലേക്ക് എത്താനേ പറ്റൂ. അതെ. പിന്നെ ഒറ്റയ്ക്ക് വരുമാനമുണ്ടാക്കാത്ത ആസ്തികളെ CGU ആയി കണ്ട് ടെസ്റ്റ് ചെയ്യണം. അതിന്റെ നഷ്ടം ഗുഡ്വില്ലിനും മറ്റുള്ളവയ്ക്കും ഒരു പ്രത്യേക ക്രമത്തിൽ വീതിക്കണം. അതും ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്. ഈ CGUവിന്റെ അലോക്കേഷനൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. തീർച്ചയായും. ഈ ചർച്ചയിലൂടെ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലിലെ IAS 36മായി ബന്ധപ്പെട്ട ഈ ആശയങ്ങൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളിലെ ഒരു പ്രധാന ഭാഗമാണ്. പലപ്പോഴും ഇതിൽ ഒരുപാട് ജഡ്ജ്മെന്റും അനുമാനങ്ങളുമൊക്കെ ആവശ്യമായി വരും പ്രായോഗികമായി ചെയ്യുമ്പോൾ. തീർച്ചയായും. ഈ നിയമങ്ങൾ അറിയുന്നതിനൊപ്പം അതിന് പിന്നിലെ യുക്തിയും പ്രായോഗിക വെല്ലുവിളികളും മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. പോകുന്നതിനു മുമ്പ് ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. നമ്മളിപ്പോൾ സംസാരിച്ചത് ഇമ്പയർമെന്റിന്റെ സൂചനകൾ വന്നതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണല്ലോ. എന്നാൽ ഒരു പടി മുന്നോട്ട് പോയി ചിന്തിച്ചാൽ, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള സാമ്പത്തിക മാന്ദ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യവസായത്തെ തന്നെ ബാധിക്കാവുന്ന സാങ്കേതിക മാറ്റങ്ങളോ ഒക്കെ മുൻകൂട്ടി കാണാൻ ശ്രമിച്ചുകൊണ്ട് ഈ ഇമ്പയർമെന്റ് ടെസ്റ്റിനെ വെറുമൊരു പ്രതികരണ ഉപകരണം എന്നതിലുപരി ഒരു മുന്നറിയിപ്പ് സംവിധാനമായിട്ട്, ഒരു പ്രോആക്റ്റീവ് റിസ്ക് മാനേജ്മെന്റ് ടൂളായിട്ട് കമ്പനികൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? ഇതൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.